she hit me like I be like why you. ചിന്തകളുടെ ഉൾക്കാട്ടിനുള്ളിൽ വഴി തേടി അലയുന്ന മനസ്സുമായി ധരൻ കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ പിന്നെയും പൊഴിഞ്ഞു പോകുന്നു. 3 മാസങ്ങളും പിന്നിട്ടു. വൃന്ദ കാത്തിരിപ്പിലായിരുന്നു. ഒന്നല്ല 2 പേരാണ് തനിക്കൊപ്പം കൂട്ടിന്. ഇടക്കൊക്കെ ധരന്റെ ഫോണിലേക്ക് അവൾ വിളിക്കും. മറുപടി നൽകാതെ കട്ടാക്കുകയാണ് പതിവ്. തിരക്കിനിടയിൽ നമ്പർ നോക്കാതെ കോൾ എടുത്താൽ ഹലോ എന്ന് മാത്രം മുഴങ്ങി കേൾക്കും. അവഗണന ഇത്രമേൽ നോവിക്കുന്നത് എന്തിനാവും? അച്ഛൻ വരുമ്പോ അമ്മയെ വിഷമിപ്പിച്ചേനെ എന്റെ കുട്ടന്മാര് പകരം ചോദിച്ചോളൂ അല്ലേ താരമേ? കുസൃതി ചിരിയോടെ പറയുമ്പോൾ ആ കണ്ണുകൾ ഈറനാവും. പിന്നീട് ധനം വീട്ടിലേക്ക് വരികയോ വിളിക്കുകയോ ചെയ്തില്ല. താരമയും വാശിയോടെ അവനിൽ നിന്ന് അകന്നു നിന്നു. പക്ഷേ വൃന്ദയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. കാത്തിരുന്നു. ഈ വെറുപ്പിന്റെ അവസാന അറ്റത്ത് എവിടെയെങ്കിലും ധരന്റെ ഹൃദയത്തിൽ ഒരിടം കാണുമെന്ന പ്രതീക്ഷയോടെ മുറ്റത്തെ കണിക്കൊന്നയും പൂത്തു. തൊടിയിലെ വള്ളിക്കുടിലിൽ കൂടുകൂട്ടിയ കുരുവിയും മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തുണയായി സായാഹ്നങ്ങൾ തീറ്റ തേടിപ്പോയ ആൺകുരുവി വരുമായിരുന്നു. 6 മാസങ്ങൾ അതിവേഗം കടന്നുപോയ പോലെ വീർത്തുന്തിയ വയറിൽ കൈ ചേർത്ത് നീരുമൂടിയ കാലുവലിച്ചവൾ മുറ്റത്തുകൂടെ നടന്നു. ഇടയ്ക്കിടെ വഴിയോരം കേൾക്കുന്ന വാഹനത്തിന്റെ ഇരമ്പലുകൾ പ്രതീക്ഷയുടെ ആക്കം കൂട്ടുമായിരുന്നു. ധരൻ കോളുകളൊന്നും സ്വീകരിക്കാതെ ആരോടുമുള്ള ശത്രുത പോലെ മറഞ്ഞു നിൽക്കുന്നു. വെന്നു നീർന്നൊരു ഹൃദയവുമായി വൃന്ദയ്ക്കൊപ്പം താരമയും ഉണ്ടായിരുന്നു. 2 പേരായതിനാൽ വൃന്ദയും ആകെ അവശയായിരുന്നു. ഇടയ്ക്കിടെ വയനുള്ളിൽ കുസൃതി കാട്ടുന്ന കുഞ്ഞിക്കുരുന്നുകൾ അവളുടെ അച്ഛന്റെ ചുംബനത്തിനും തലോടിനുമായി വാശി കാണിക്കുകയാണെന്ന് വേദനയോടെ ഓർക്കും അവൾ. ബിസിനസ് തിരക്കുകൾ, വിദേശ യാത്രകൾ, ധരൻ തിരക്കുകളിലേക്ക് സ്വയം ഓളിയിട്ടു. പക്ഷേ പിന്നീട് ഒരിക്കലും അന്യയായ ഒരു സ്ത്രീയുടെ ചൂടേൽക്കാൻ അവന് ആശ വന്നില്ല എന്നത് അതിശയമായി. ഓർമ്മകളിലധികവും വൃന്ദ എന്ന പെൺകുട്ടിയാണ്. അവളുടെ കിലുങ്ങുന്ന ചിരിയും കുസൃതിയും കണ്ണുകൾ ഇറുക്കി അടച്ച് വാശിയോടെ മായ്ച്ചു കളയാൻ ശ്രമിച്ചു. 8 മാസങ്ങൾ നീര് വന്ന് വീർത്ത കാൽവിരലുകളിലേക്ക് നോക്കിയിരുന്നു. ഞൊട്ട പൊട്ടിക്കാനൊരു മോഹം പോലെ. അതെങ്ങനെ? പൊന്നുമക്കൾ അമ്മയുടെ വായിൽ സ്ഥാനം പിടിച്ചേക്കുമല്ലേ? സംസാരം മുഴുവൻ മക്കളോടാണ്. അച്ഛനോടുള്ള പരിഭവങ്ങൾ, പരാതികൾ. അച്ഛനെ പോലെ എൻ്റെ മക്കൾ ഈ അമ്മയെ വെറുക്കുമോ എന്ന് ചിരിയോടെ ചോദിക്കുമായിരുന്നു. അവസാനമായി ധരന്റെ നമ്പറിലേക്ക് ഒരിക്കൽ കൂടി അവൾ വിളിക്കാനൊരുങ്ങി. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവളുടെ കാതുകളെ താണ്ടി പുക്കിൽ കൂടി ചുറ്റിയുറങ്ങുന്ന കുരുന്നുകളുടെ കർണങ്ങളെ തലോടിയ പോലെ അവരൊന്ന് അനങ്ങി. കണ്ണുകൾ നിറയുന്നു. മറുതൽക്കൽ കേൾക്കുന്ന നിശ്വാസം ഇത്രമേൽ സന്തോഷം തരുന്നത് എങ്ങനെ? വരില്ല ഇങ്ങോട്ട്, നമ്മുടെ മക്കളെ കാണണ്ടേ? 2 പേരാ. അച്ഛനെ പോലെ കുറുമ്പന്മാരാണെന്ന് തോന്നുക. ഇപ്പൊ 8 മാസമായി. ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും അവരിങ്ങ് വരുമ്പോ എനിക്ക് പോകേണ്ടി വന്ന അതും അവസാനമായിട്ട് നിങ്ങളെ കാണാതെ. ഗദ്ഗതങ്ങൾ അവളുടെ വാക്കുകളെ വിഴുങ്ങി. ഇരുവശത്തും കോളുകൾ വിച്ഛേദിക്കപ്പെട്ടു. അടുത്ത പ്രഭാതം പൊട്ടി വീണപ്പോൾ മുറ്റത്തേക്ക് പാഞ്ഞിരച്ചു വന്ന കാറിന്റെ ഇരുമ്പൽ കേൾക്കെ വീർത്ത വയറിൽ കൈകൾ താങ്ങിയവൾ പൂമുഖത്തേക്ക് മെല്ലെ നടന്നു. പതിവില്ലാതെ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയം ഉമ്മറത്തെ തേക്കിൻ തടിത്തൂണിൽ കൈകൾ താങ്ങി നിന്നു. വൃന്ദയുടെ കാത്തിരിപ്പിന് വിരാമമിട്ട പ്രഭാതമായിരുന്നത്. എന്താണ് അയാളെ പിടിമുറുക്കുന്ന വികാരം? തന്റെ ചോരയെ ചുമക്കുന്നവളോടുള്ള സ്നേഹമോ വാത്സല്യമോ? അത്രമേൽ വെറുപ്പോട് അവഗണിച്ച് വാക്കുകളാൽ മുറിപ്പെടുത്തിയവളോടുള്ള കുറ്റബോധമോ? അതോ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ കട്ട പിടിച്ചു കിടന്ന പ്രണയമെന്ന വികാരമോ? തിരിച്ചറിയാനാവാതെ പകച്ചു നിൽക്കുന്നു. വേണ്ട, കാലം ചൊല്ലട്ടെ ആ കാവ്യനീതി. ധരൻ അവിടെ ഒരു നിശ്വാസത്തിനകലെ ചേർന്ന് നിന്നു. എത്ര വേഗമാ ആ 18കാരി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നു. അവളുടെ ഇരുകവിളുകളും ധരൻ തന്റെ കൈക്കുമ്പിളിൽ എടുത്തു. അയാളുടെ കണ്ണുകളിലെ നീർത്തിളക്കത്തിലേക്ക് വൃന്ദയുടെ കണ്ണുകൾ പരതി. അവളുടെ കണ്ണുകളെ ചുംബിച്ചു, പിന്നെ കവിളുകളെയും. നെറുകയിൽ തലോടി അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. നെഞ്ചകം അവളുടെ കണ്ണീരാൽ നനയുന്നു. തന്റെ മക്കളുള്ള സ്നേഹമാവാം അയാൾ പ്രകടിപ്പിക്കുന്നതെന്ന് വെറുതെ ഒന്ന് മോഹിച്ചു. ഇത്രമേൽ കരുതലോടെ ചേർത്ത് പിടിച്ചിട്ടില്ലല്ലോ. പാഴ്മോഹങ്ങൾ വലിച്ചെറിഞ്ഞ് അയാളുടെ സന്തോഷം കണ്ടു നിന്നു. സുഖാണോ എന്റെ മക്കൾക്ക്? അവളുടെ അമ്മയുടെ സുഖദുഃഖങ്ങളെ ചൊല്ലി അയാൾക്ക് വ്യാകുലത ഇല്ലായിരിക്കും. നിനക്കോ? മുടിയിഴകളിൽ തലോടുന്ന വിരലുകൾ. നെഞ്ചിൽ നിന്നും അവളെ ഈ നിമിഷം അടർത്തി മാറ്റിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു അത്ഭുതം. മറുപടിയായി അയാളുടെ വലങ്കൈ വയറിലേക്ക് ചേർത്ത് വെച്ചു. ആളുടെ കണ്ണിൽ കൗതുകവും സംതൃപ്തിയും ഒരച്ഛന്റെ കരുതലും. ഉണ്ണികളൊന്ന് ചലിച്ചു. അച്ഛന്റെ സ്പർശനം അറിഞ്ഞ പോലെ ഇറയത്തിന്റെ ഭിത്തിയിൽ മറഞ്ഞ് ചാരി നിന്നു സന്തോഷത്തോടെ എല്ലാം കണ്ട് താരമ്മ കണ്ണീരൊപ്പി. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും ധരന് മുഖം കൊടുക്കുവാനോ സംസാരിക്കാനോ തയ്യാറാവാതെ അവർ വാശിയോടെ ഒഴിഞ്ഞു മാറി. ഒരിക്കലും ഇല്ലാത്തൊരു വേദന അയാളെ മൂടുന്ന പോലെ. കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ആട്ടുതൊട്ടിലുകളും മുറിയിൽ സ്ഥാനം പിടിച്ചു. ഒരു വാക്കുപോലും മിണ്ടാതെ ധരൻ എപ്പോഴും കൂടെയുണ്ടാവും. 7 മാസങ്ങൾ നൽകാൻ കഴിയാത്ത സ്നേഹവും പരിചരണവും കരുതലും ഒരൊറ്റ മാസം കൊണ്ട് നൽകാൻ തയ്യാറായി നിൽക്കുന്നവരുടെ മാറ്റം അതിവേഗം ഉൾക്കൊള്ളാനായില്ല.
പക്ഷെ ആത്മാർത്ഥയായിരുന്നു അതല്ല. ഭർത്താവിൽ നിന്നും അച്ഛനിലേക്കുള്ള ദൂരം താണ്ടുമ്പോൾ പുരുഷന്റെ മനസ്സിലെ സങ്കല്പ വിഗ്രഹങ്ങളും വാശികളും ചിന്നിച്ചിതറുമെന്ന സത്യം ആവർത്തിക്കപ്പെടുന്നു. മുറ്റത്തുകൂടെ തന്നെ ചേർത്ത് പിടിച്ച് നടത്തുമായിരുന്നു. തെറ്റുകളിൽ ശാസിക്കുമായിരുന്നു. വീണുപോവാതെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരിക്കൽ മുല്ലപ്പൂവുകൾ കോർത്തൊരു മാല കെട്ടി ചിരിയോടെ ചൂടിത്തന്ന മുടിയിഴകളിൽ ആദ്യമായിട്ടാണ് ഇത്ര നിറഞ്ഞു ചിരിക്കുന്നത്. നിരതെറ്റിയ പല്ലുകൾ കാട്ടിയുള്ള ചിരി എത്ര ഭംഗിയാണ്. എന്റെ കുട്ടികൾ അതുപോലെ ചിരിക്കുമായിരിക്കും. തൊടിയിൽ കുലച്ചു നിന്ന വാഴക്കുലയുടെ കൂമ്പിനുള്ളിലെ തേൻപൂവുകൾ ഇറുത്തു തരുമായിരുന്നു. മൂവാണ്ട മാവിലെ പഴുത്ത മാമ്പയെ നുറുക്കി വായിലേക്ക് വെച്ചു തന്നൊരിക്കൽ അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ ആ മുണ്ടിന്റെ തലപ്പുയർത്തി ഒപ്പിയെടുത്ത് കണ്ണ് ചിമ്മിക്കാട്ടി. ഈ മനുഷ്യന് ഇത്രമേൽ ആർദ്രമായൊരു ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും തുറന്ന് പറഞ്ഞിട്ടില്ല, നീ എന്റേതാണെന്ന്, നിന്നെ ഞാൻ കൈവിടില്ലെന്ന്. അതിനർത്ഥം എന്താണ്? അയാളുടെ ചോരയെ ചുമക്കുന്നവരോടുള്ള കരുണ, ദയ ഓർക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഹൃദയം പൊട്ടും. കാരണം അയാളെ പ്രണയിച്ചു പോകുന്നു, മോഹിച്ചു പോകുന്നു. എങ്ങനെ യാചിക്കും ഒരിറ്റ സ്നേഹത്തിനായി? ഒരിക്കൽ കുറുമ്പോടെ അയാളുടെ കരുതലുകൾ ആസ്വദിച്ചപ്പോൾ കുസൃതി ചിരിയോടെ പറഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ വൃന്ദക്ക് വേണ്ടി അല്ലല്ലോ. തൊണ്ടക്കുഴിയിൽ വന്നടിഞ്ഞൊരു നോവ് തലതല്ലി മരിച്ചു.